ജ്യോതിഷ ദർശനത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്കെല്ലാം തന്നെ സ്വാഗതം. ഇന്ന് പൂരം നക്ഷത്രത്തിൻ്റെ വിശേഷതകളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. പൂരം നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത് തന്നെ പൂരം പിറന്ന പുരുഷൻ എന്നാണ്. പുരുഷന്മാർക്ക് ഈ നക്ഷത്രം വളരെയധികം ഭാഗ്യദായകം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഭാഗ്യദായകമല്ല എന്നല്ല. ഇപ്പോൾ എൻ്റെ അറിവനുസരിച്ച് നമ്മുടെ ഭാരതകേസരിയായിരിക്കുന്ന മന്നത്തു പത്മനാഭൻ പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ തൊട്ട് തുടങ്ങി ഒത്തിരി നാം അറിയാത്ത പ്രഗത്ഭമതികളായിരിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തെമ്പാടും ജനിച്ചിട്ടുള്ളവർ പൂരം നക്ഷത്രത്തിലാണ്. അത് ചിങ്ങം രാശിയിലാണ് പൂരം നക്ഷത്രം. ചിങ്ങം രാശിയെ സിംഹരാശി എന്നാണ് പറയുന്നത്. സിംഹമാണ് ആ രാശിയുടെ. ഒരു സിംഹത്തെ പോലെ തന്നെ അവർ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറി വരുന്ന മേഖലകളെല്ലാം തന്നെ വളരെ ആധിപത്യം ഉറപ്പിക്കുന്നവരാണ്. എതിരാളികളെ ലവലേശം ഭയക്കാതെ ഏത് പ്രതിസന്ധികളെ വേണേലും അതിനെ അതിജീവിക്കാനുള്ള ഒരു മാജിക് ഫോർമുല അവരുടെ ഉണ്ടായിരിക്കും. വളരെ തന്മയത്തമായിട്ട് അതിനെ മറികടന്ന് പോകും. ആര്യമാവാണ് ദേവത, അതുപോലെ തന്നെ മനുഷ്യഗണമാണ്. പ്ലാവ് ആണ് വൃക്ഷം. ഈ പ്ലാവ് വൃക്ഷം പൂരം നക്ഷത്രക്കാർ വീട്ടിൽ നട്ടു വളർത്തുന്നത് നല്ലതാണ്. ഇപ്പോൾ വീട്ടിൽ പ്ലാവ് നടാൻ ഇടവില്ലാത്തവർ വീട് കുത്തിപ്പൊളിച്ച് നടണമെന്നല്ല. നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ ഒരു പ്ലാവ് വൃക്ഷം അത് വെച്ച് പിടിക്കുന്നു, ആ വൃക്ഷത്തെ പൂജിക്കുന്നത് ഇവർക്ക് അനുഗ്രഹദായകമാണ്. പിന്നെ തൊട്ടിൽക്കാൽ പോലാണ് ഇതിൻ്റെ രൂപം. നക്ഷത്ര സമൂഹത്തിൽ ശുക്രദശയിലാണ് ശരിക്കും പൂരം നക്ഷത്രക്കാരുടെ ജന്മശിഷ്ടം വരുന്നത് ശുക്രദശയിലാണ്. അപ്പോൾ ആ ശുക്രദശയിൽ ജനിക്കുന്നത് കൊണ്ട് ഇവർക്ക് ആദ്യകാലം പ്രാരംഭ കാലഘട്ടമൊക്കെ വളരെ ഗുണകരമായിട്ടായിരിക്കും. മിതമായിരിക്കുന്ന സംസാര സ്വഭാവമാണ് ചില പൂരം നക്ഷത്രക്കാർ കാണിക്കുന്നത്. എന്നാൽ വളരെ അമിതമായി സംസാരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരെ എടുത്തിരുന്നാലും പൂരം നക്ഷത്രക്കാരായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് സംസാരിക്കാൻ നല്ല സംസാര ചാതുര്യം, നല്ലതുപോലെ ഒരു വിഷയം സംസാരിക്കാനുള്ള ചാതുര്യം, സത്യസന്ധമായിരിക്കുന്ന രീതിയിലുള്ള പ്രകൃതങ്ങളൊക്കെ തന്നെ കാണിക്കുന്ന പൂരം നക്ഷത്രക്കാരിൽ കൂടുതലും. അതുപോലെ തന്നെ ഈ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ ഏത് മേഖല ഇവരിലൊരു പ്രത്യേകത, ഇവർക്ക് ഭയങ്കരമായ നിലപാടുകൾ, എല്ലാ വിഷയത്തിലും നിലപാടുകൾ ഉള്ളതുകൊണ്ട് ശത്രുക്കൾ വളരെയധികം കൂടുതലായിരിക്കും. രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന, സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. തെറ്റ് എവിടെ ഒരു തെറ്റ് കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കും. കാര്യം അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടെന്നാൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പലരും പല കാര്യങ്ങളും മനസ്സിലാക്കിയെങ്കിലും മിണ്ടാതെ പോളിഷ്ഡായിട്ട് വരും. ഇവരങ്ങനെയല്ല. മുൻപിന്നിൽ നോക്കാതെ, മുന്നിൽ ആരാണ് നിൽക്കുന്നതെന്ന് പോലും നോക്കാതെ കൃത്യമായി പ്രതികരിക്കുന്ന പ്രകൃതക്കാരാണ്. ആത്മീയ വിഷയങ്ങളിൽ വളരെയധികം, അതുപോലെ ഫിലോസഫിക്കലായിരിക്കും, വളരെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ഉള്ളവരായിരിക്കും. ആത്മീയമായിരിക്കുന്ന മേഖലകളിൽ വ്യാപരിക്കാനുള്ള താല്പര്യം കാണിക്കും. എല്ലാ മേഖലകളിലും, പൊതുവേ എല്ലാ കാര്യങ്ങളിലും വളരെ സമർത്ഥരായിരിക്കും. പിന്നെ ഇവർക്കുള്ളൊരു പ്രത്യേകിച്ച് ഈ ലഹരി പദാർത്ഥങ്ങളോടും മദ്യപാനത്തോടും ആ മദ്യപാനശീലം, ഇതൊക്കെ ഈ പൂരം നാളുകാരിൽ ഉണ്ടാക്കിയെടുത്താൽ അതിൽ നിന്ന് മോചിക്കാൻ അതിനടിമയായി പോകും. സ്ത്രീ ഹേതുകമായിരിക്കുന്ന പ്രശ്നങ്ങൾ, ദാമ്പത്യപരമായ വിഷയങ്ങളുള്ള ചില സ്വരച്ചേർച്ച കുറവുകൾ, ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്കുണ്ടാകും. അതുപോലെ തന്നെ കലാരംഗങ്ങളിൽ, സാഹിത്യ രംഗങ്ങളിൽ, രാഷ്ട്രീയ രംഗങ്ങളിൽ, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ദൃശ്യമാധ്യമ രംഗങ്ങളിലൊക്കെ തന്നെ വളരെ ഉന്നതമായിരിക്കുന്ന പ്രവർത്തനം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ്. ശാരീരികമായ രോഗങ്ങൾ, വൃക്ക സംബന്ധമായിട്ട്, അതുപോലെ മൂത്രാശയ സംബന്ധമായിട്ട്, ഷുഗർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ ആ ഒരു ദിനചര്യകൾ ആ രീതിയിൽ കൊണ്ടുപോകണം. വളരെ ഏകാഗ്രമായിട്ടും വളരെ സമയം ചെലവഴിച്ചും ഒക്കെ തന്നെ പിന്നെ ജീവിത അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുകയും ഉന്നതമായിരിക്കുന്ന മേഖലകളിൽ വ്യാപരിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗ്യതാരകമാണ്, ഭാഗ്യനക്ഷത്രമാണ് പൂരം. വജ്രമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉപയോഗിക്കേണ്ട ഭാഗ്യരത്നം. അതുപോലെ തന്നെ ചുവപ്പ്, വെള്ള നിറങ്ങൾ ഇവർക്ക് നന്നായിരിക്കും. ഈ 2016 പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഷ്ടമശനിയാണ്. അഷ്ടമം എന്ന് പറയുന്നത് ആയുസ്സിൻ്റെ ഭാഗമാണ്. അഷ്ടമം കഷ്ടം എന്നാണ്. അഷ്ടമത്തിൽ ശനി നിൽക്കുകയും, അഷ്ടമശനി ഏറ്റവും മോശമാണ്. ആയുസ്സിൻ്റെ ഭാഗത്ത് ദുരിത സ്ഥാനത്താണ് നിൽക്കുന്നത്. നാഡീ ഞരമ്പുകൾ സംബന്ധമായിരിക്കുന്ന രോഗങ്ങൾ, പിന്നെ അനാവശ്യമായിരിക്കുന്ന വിവാദങ്ങൾ കൂടെ. ഇപ്പം തന്നെ നമുക്കറിയാം, ചില മന്ത്രിമാർ, ഈ അടുത്ത സമയത്ത് ചില MLA-മാരൊക്കെ പെട്ടെന്നാണ് അവർ വളരെ ഉയർന്നു മുകളിലേക്ക് വന്നിട്ടാണ്, ഒരു ഫിനിസ് പക്ഷിയെ പോലെ ഉയർന്നു വന്നിട്ട് പെട്ടെന്ന് താഴോട്ട് വിവാദങ്ങളിൽപ്പെട്ട് കുരുങ്ങി പോകുന്നതായിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിവാദ സ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട്
മൃത്യുഞ്ജയ ഹോമം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ശിവക്ഷേത്രത്തിൽ പെരുമയുള്ള ശിവക്ഷേത്രങ്ങൾ പലതും ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നതിന് അടുത്ത് തന്നെയുള്ള ശിവക്ഷേത്രങ്ങളിൽ പോവുക. അവിടെ ധാര, നല്ലെണ്ണ കൊണ്ട്, കരിക്ക് കൊണ്ട്, പനിനീര് കൊണ്ട് ഒക്കെ ധാര നടത്തുക. മുൻവിളക്ക്, പിൻവിളക്ക്, കൂവളമാല ചാർത്തുക, പായസം നിവേദിപ്പിക്കുക, മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. പൊതുവേ ശിവക്ഷേത്രങ്ങളിൽ കൂടുതൽ. എന്നാൽ ഇവർക്ക് ഒരു ഗുണമുള്ളത്, ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം സർവാപേക്ഷ സ്ഥാനമായ 11ാം ഭാവത്തിൽ തുടരുന്നതുകൊണ്ട് ദോഷങ്ങൾക്ക് സ്വമേധയാ തന്നെ ഒരു പരിഹാരം അത്തരത്തിലുണ്ടാകും. എന്നാലും വ്രതാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നത് നന്നായിരിക്കും. പൊതുവേ ഈ നക്ഷത്രക്കാർക്ക്, ഈ ചിങ്ങക്കൂറിൽപ്പെട്ട പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഗുണാനുഭവങ്ങൾ കൂടുതൽ തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.